അപ്പോൾ ഇത്തവണ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗുരുഗ്രാമിലെ ലക്ഷറി സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ. കണ്ടോ, ഇടതും വലതും ഒരു BM-ഉം ഒരു ഓഡിയും, അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് വോൾവോ ഒക്കെ കിടക്കുന്നുണ്ട്. എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. പുതിയ ഷോറൂം മോഹൻ കാർ ബസാർ, ഗുഡ്ഗാവിലെ വ്യാപാര സദനിലുള്ള മോഹൻ കാർ ബസാറിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലക്ഷറി വണ്ടികൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൽഹി മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു വില കുറവ് ഇവിടെ ലക്ഷറി സെഗ്മെൻ്റ് ആണെങ്കിലും ചെറിയ വണ്ടികൾക്കൊക്കെ ആണെങ്കിലും വരുന്നുണ്ട്. ഈ ഏരിയയ്ക്ക് ഞാൻ കണ്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡൽഹിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മൾ കരോൾബാഗ് മാർക്കറ്റാണെന്ന് അറിയാം. പക്ഷേ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നിനും ഒരു സമയം ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടികൾ എടുക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ട്, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ ഒരു വണ്ടികളാണ്. ഓക്കെ, ഗ്രാൻഡ് ഐട്ടൺ, സ്വിഫ്റ്റ് വെർണ ഉണ്ട്, അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, എൻറ്റോവറൊക്കെ ഉണ്ട്, വീണ്ടും ഫോർച്യൂണർ ഉണ്ട്, XUV500 ഉണ്ട്. ആ ഏരിയയിലൊക്കെ കണ്ടോ ഫുള്ള് വണ്ടികളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം മനസമാനത്തോടെ വണ്ടി തിരഞ്ഞിട്ട് എടുക്കാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. നമ്മളിങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് മറ്റുള്ളവരുടെ ഫോഴ്സിൽ വീഴാതെ നമുക്ക് ഒരു സ്വയം എന്താ പറയുക, ഒരു വണ്ടി ഇപ്പം ഈ വണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി നല്ല വണ്ടിയാണ്, എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എടുക്കാം. ഇവിടെ ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യമുണ്ട്. ഇപ്പം ചില കാലത്തൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് പോലും തീരെ ഒരു സൗകര്യം ഉണ്ടാവില്ല, വണ്ടിയൊക്കെ നോക്കി അവസാനം ടെസ്റ്റ് ഡ്രൈവ് വരുള്ളൂ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യമുണ്ട്. അത്ര റഷില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നോക്കിയിട്ട് വണ്ടികൾ ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയ നിന്നൊക്കെ വണ്ടി എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മലയാളികൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡൊക്കെ ചെയ്തതിനു ശേഷം ധാരാളം മലയാളീസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ല റെസ്പോൺസ് ഈ എല്ലാ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. മലയാളീസ് വരുന്നുണ്ട്, വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, അതുപോലെ തന്നെ നല്ല വണ്ടി നോക്കിയെടുക്കാൻ പറ്റട്ടെ നമ്മളെല്ലാവർക്കും. ഈ ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ വ്യാപാർ സദൻ ഗുരുഗ്രാമിൽ മോഹൻ കാർ ബസാറിലാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോക്കകത്ത് കുറച്ച് ലക്ഷറി വണ്ടികളാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ എൻഡോവറും ഫോർച്യൂണറൊക്കെ ഒന്ന് കാണിക്കാം. കാരണം എൻഡോവറൊക്കെ അത്യാവശ്യം നല്ല എൻക്വയറി നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ തരാറുണ്ട്. തീർച്ചയായിട്ടും കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റത്തെ വാഹനം എന്ന് പറയുന്നത് A6 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഹൻ കാർ ബസാറിലെ വാഹന ഡീറ്റെയിൽസിലൊക്കെ പറഞ്ഞു തന്നെ സാഗർ കട്ടാരിയാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹലോ ബ്രോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഓക്കെ, അപ്പം A6 ആണ് ഫസ്റ്റത്തെ വണ്ടി, HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ. ദെൻ ബതാओ ബ്രോ, ഡീറ്റെയിൽസ് ബതാओ. 2015 model, 15 registered, 16. 15 ओके, 15 मैन्युफैक्चर्ड, 16 रजिस्टर्ड. ओके, second owner. किलोमीटर कितना? Kilometer 93,000. 93. ഓക്കെ. A6 ടോപ്പ് എൻഡ് മോഡൽ, എസ് ലൈൻ ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. കമ്പനി അലോയ്സ് കാര്യങ്ങൾ, എസ് ലൈൻ്റെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ പുതിയ അലോയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബോഡിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. കണ്ടാ, സ്ക്രീൻ പൊന്തി വരുന്നുണ്ടാ. ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രീൻ പോപ്പപ്പ് ഡിസ്പ്ലേ ആണ് സ്ക്രീനിനകത്ത് വരുന്നത്. അതാണ് ഈ ഒരു A6-ൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. 93,000 ആണ് ഓടിയിട്ടുള്ളത് വണ്ടി. इसका आस्किंग प्राइस कितना? आस्किंग प्राइस इसका है 16 लाख रुपए. 16 लाख, 16 लाख ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. 15 മോഡൽ, 15 registered, 16. സോറി 15 മോഡൽ 16 രജിസ്റ്റേർഡുള്ള A6 ആണ്. 16 ലക്ഷം രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു വാഹനം. അപ്പോൾ A6 ഒക്കെ നോക്കുന്നവരുണ്ട്, നല്ല വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് A6 എന്ന് പറയുന്നത്. നമുക്ക് അടുത്തായിട്ട് BM-ൻ്റെ ഒരു 5 സീരീസ് 3 series GT. 3 GT. ഓക്കെ, 3 സീരീസ് ആണ്, GT ആട്ടോ വരുന്നത്. ഇയർ കോൺസ 2015 registered, 2016. ഓക്കെ, 15 proper 16. അപ്പോൾ 16 മാനുഫാക്ചറിങ് 16 രജിസ്റ്റേർഡിലുമുള്ള 320 GT 3 സീരീസ് 3 GT ആണ് വരുന്നത്. ലക്ഷറി ലൈനാണ്, അത്യാവശ്യം നല്ല കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്കകത്ത്. സൺറൂഫ്, മൂൺറൂഫ്, പാനോറാമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഫ്രെയിംലെസ് ഡോറാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗത്തെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ, അതുപോലെ തന്നെ ഡാഷൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി കാണാൻ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെ. ये किलोमीटर कितना भैया? 1,02,000. 1,02,000 पूरा സർവീസ് ഹിസ്റ്ററി है. അപ്പോൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടത്. ഈ ഒരു 3 സീരീസ് ഒക്കെ ഈ GT ആവുന്ന സമയത്തൊക്കെയാണ് ഈ ഫ്രെയിംലെസ് ഡോറൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് ഈ ഫ്രെയിംലെസ് ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ GT ആവുന്ന സമയത്ത് ആ ഒരു കൂപ്പേ ഡിസൈനിലാണ് ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരും. HR77 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. 3 GT. പ്രൈസ് കിतना? 16.5 लाख रुपए. 16,50,000. 16,50,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. 16 മോഡലിലുള്ള 3 GT ആണ് വരുന്നത്. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ GT സംഭവം ഈ ഒരു കൂപ്പേ വരുന്നതാണ്. കണ്ടാ, നല്ലൊരു മെക്കാനിസം തന്നെയാണ് ഈ ഇലക്ട്രിക്കലിയുള്ള സ്പോയിലർ കാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്.
ആവശ്യമുള്ളപ്പം ബട്ടൺ കൊണ്ട് നമുക്ക് ഓൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ സൺറൂഫ് മൂൺ റൂഫ് ഒക്കെ ഉൾപ്പെടെ വരുന്ന ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബി എമ്മിൻ്റെ ഒരു വാഹനമാണ് ഈ ഒരു 3 GT എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും 16 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് മോഹൻ കാർ ബസാറിൽ ചോദിക്കുന്ന റേറ്റ്. തീർച്ചയായിട്ടും ഈ നെഗോഷ്യബിൾ ആണ് റേറ്റ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓൺ ടേബിൾ ഓൺലി. അപ്പോൾ അതാണ് ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, നെഗോസിയേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓൺ ടേബിളിൻ്റെ മുകളിലാണ് ഇവിടെയുള്ള ഡൽഹി മൊത്തത്തിൽ ഹരിയാനയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓൺ ടേബിളിൻ്റെ മുകളിലാണ് നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്തതായിട്ട് മെർസിഡീസ് C220 നല്ല എൻക്വയറി ഉള്ള വണ്ടി നമ്മുടെ നാട്ടിലേക്ക്. സോ മെനി കേരള പീപ്പിൾസ് ആർ ലുക്കിംഗ് C ക്ലാസ്. മൈലേജ് നല്ല രീതിയിൽ മൈലേജ് കിട്ടും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെയധികം കുറവായിട്ടുള്ള വണ്ടിയാണ്. ഇതും സെയിം ഗുഡ്ഗാവ് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ये मॉडल कौन सा 2015 ओके. ओनर सेकंड ओनरशिप उള്ള ബ്ലാക്ക് കളറുള്ള C220. കിലോമീറ്റർ എത്ര? 85,000 കിലോമീറ്റേഴ്സ് ആണ് ഓടിയിട്ടുള്ളത്. ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ലൊരു കിടിലൻ ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ ഈ ഒരു C ക്ലാസ് എന്ന് പറയുന്നത്. ബോഡിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു സൈഡിലേക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പനോരമിക് സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ബെസ്റ്റിന് ക്ലാസ്, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സ്ക്രാച്ച്ലെസ് ഇന്റീരിയർ, നല്ല അടിപൊളി ഇൻറ്റീരിയർ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നല്ല സീറ്റ്, സൺറൂഫ്, അതുപോലെ തന്നെ മൂൺ റൂഫ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഭയ്യ കിലോമീറ്റർ കിतना भैया? 85,000 85,000 ആണ് ഓടിയിട്ടുള്ളത്. ഇപ്പോൾ പുറകിലെ സീറ്റ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. 85,000 കിലോമീറ്റർ ഓടിയ 2015 C220D ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓൾമോസ്റ്റ് ഈ സൈഡിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. इसका പ്രൈസ് ആസ്കിംഗ് റേറ്റ് എത്ര? 16,50,000 16,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. പിന്നെ C ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം ഒരു ഡിമാൻഡ് ഇവിടെയും നാട്ടിലും ഒക്കെ ഉണ്ട്. എനിക്ക് നാട്ടിലൊക്കെ നല്ല ഡിമാൻഡുള്ള വാഹനമാണ് ഈ ഒരു C220 എന്ന് പറയുന്നത്. അതിൽ 16,50,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. 2015 മോഡലാണ്. നല്ലൊരു ഫാൻസി നമ്പറാണ്. അത് ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാൻസി നമ്പർ കണ്ടിന്യൂ ചെയ്യാം. നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്ത് മാറ്റുന്ന സമയത്ത് എന്തായാലും KL നമ്പറാക്കി വരണം. നമുക്ക് അടുത്തത് വോൾവോ S60 S60 ആണ് വന്നിട്ടുള്ളത്. ഇത് ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇതൊരു ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലൂ തീമിലാണ് കളറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇയർ കോൺസ 16 രജിസ്റ്റേർഡ് 16 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 17 രജിസ്ട്രേഷൻ വരുന്നത്. സിംഗിൾ ഓണർ കിലോമീറ്റർ എത്ര? 50,000 50,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഓൾറൗണ്ട് ഗ്രില്ലൊക്കെ കുറച്ചൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, പക്ഷേ ഓൾറൗണ്ട് ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഓൾറൗണ്ട് നോക്കുന്ന സമയത്താണെങ്കിലും നല്ലൊരു ക്വാളിറ്റി എന്തായാലും പറയാനുണ്ട്. നല്ലൊരു കിടിലൻ അലോയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു 70% ടയേഴ്സ് അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വോൾവോ ക്ലാസ്സിന് വരുന്നത്. വോൾവോ S60 വിത്ത് അഡാസ് ഫീച്ചേഴ്സ്. അപ്പം അഡാസ് ഫീച്ചറൊക്കെ ലോഡഡായിട്ട് വരുന്നൊരു വണ്ടി കേട്ടോ അത്. ഇപ്പോൾ പുതിയ വരുന്ന ഒരുവിധം ചെറിയ വണ്ടികളിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഏതായാലും നമ്പർ 1 സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെങ്കിലല്ല, അത് തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റിയ D4 ഇൻസ്ക്രിപ്ഷൻ S60 ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്യുക, വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. അത്രയ്ക്ക് നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വരുന്ന വണ്ടിയാണ്. इसका ആസ്കിംഗ് റേറ്റ് എത്ര? 15,50,000 15,50,000 രൂപയാണ്. 16 മോഡൽ 17 രജിസ്റ്റേർഡ് ഈ ഒരു വോൾവോ S60ക്ക് ചോദിക്കുന്ന റേറ്റ്. തീർച്ചയായിട്ടും ആ ഒരു നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. അപ്പോൾ വോൾവോ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യും. ഇവരെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വണ്ടികൾ കൂടി ഇത് അവിടെ കാണിക്കാനുണ്ട്. ഒരു ഇന്നോവ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റ ഉണ്ട്, എൻഡവർ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, XUV ഉണ്ട്, താർ ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബ്രോ, ഈ ഇന്നോവ കോൺസ മോഡൽ? ഇന്നോവ 2015 മോഡൽ, ഫസ്റ്റ് ഓണർ. 15 ഓക്കെ, ഫസ്റ്റ് ഓണർ. G വേരിയൻറ്റ് G4 ഓക്കെ. ഇതും ഗുഡ്ഗാവ് രജിസ്ട്രേഷനുള്ള വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണുള്ളത്. സിൽക്കി ഗോൾഡ് കളറാണ്. किलोमीटर कितना भैया? 1,90,000 हिस्ट्री है विद हिस्ट्री विद सर्विस रिकॉर्ड. റേറ്റ് कितना? റേറ്റ് इसका 7,50,000 7,50,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. 15 മോഡലിലുള്ള ഒരു ഇന്നോവ, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്.
എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഈ ഒരു സിൽക്കി ഗോൾഡ് കളറും കൂടിയാണ്. കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 7,50,000 രൂപയാണ് ഇവർ ഇവിടെ ചോദിക്കുന്ന റേറ്റ്. തീർച്ചയായിട്ടും അതൊന്ന് റേറ്റ് അഡ്ജസ്റ്റ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഒരു ക്രിസ്റ്റ ഇവിടെ ഉണ്ട്, ഒരു വൈറ്റ് കളർ ക്രിസ്റ്റ. അത്യാവശ്യം നല്ല ആളുകൾ ചോദിച്ചിട്ടുള്ള മോഡലാണ് വൈറ്റ് കളർ. 17. ഓക്കെ, 16 മാനുഫാക്ചർഡ് 17 രജിസ്റ്റേർഡ്. ഓക്കെ, ഓട്ടോമാറ്റിക് ഓർ മാനുവൽ? ഓട്ടോമാറ്റിക് Z 2.8Z. ടോപ്പ് എൻഡ് മോഡൽ. അപ്പോൾ 2.8 സെറ്റ് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്, ഓട്ടോമാറ്റിക്, 16 മാനുഫാക്ചർഡ് 17 രജിസ്ട്രേഷനിൽ വരുന്ന ക്രിസ്റ്റ ആണ്. സിംഗിൾ ഓണർ ആണ്? सेकंड ओनर. कितना चल गया? 1,07,000. 1,07,000 ഓടിയ വണ്ടി. റേറ്റ് कितना? रेट इसका 12.5 लाख रुपए. 12.5. 12,50,000. 12,50,000 രൂപ. 12.5. कोई एक्सीडेंट रिप्लेस नहीं कुछ? അപ്പോൾ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ക്രിസ്റ്റ, 17 രജിസ്ട്രേഷനിൽ വരുന്ന ക്രിസ്റ്റ സെറ്റാണ്. അതായത് 2.8 സെറ്റാണ്. 12,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, 2017 मॉडल MP रजिस्टर्ड. മധ്യപ്രദേശ്. MP രജിസ്ട്രേഷനിൽ വരുന്ന 2017 മോഡൽ ഫോർഡിൻ്റെ എൻഡവർ 3.2 टाइटेनियम. 3.2 അതായത് ടോപ്പ് എൻഡ് മോഡലാണ്. 3.2 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്ന ഒരു ഫോർഡിൻ്റെ എൻഡവർ ആണ്. 22 इंच alloy wheels installed. ഓക്കെ, നല്ലൊരു കിടലും വലിയൊരു അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്ര വയ്യ? 1,34,000. സിംഗിൾ ഓണർ? सिंगल ഓണർഷിപ്പിലുള്ള 1,30,000 ഓടിയ ഫോർഡിൻ്റെ എൻഡവർ ആട്ടോ ഇത്. ഇത് നല്ലൊരു വണ്ടി തന്നെയാണ്. പക്ഷേ കുറച്ചൊരു ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും നല്ലൊരു ഹെവി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇസ്കാ പ്രൈസ് കിട്ടുന്ന? इसका प्राइस है 22,50,000. 22,50,000 രൂപയാണ് കേട്ടോ ആ ഒരു ഫോർഡ് എൻഡവറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ബ്ലാക്ക് കളറുള്ള വാഹനമാണ്. നമുക്ക് അടുത്ത് ഫോർച്യൂണർ ഉണ്ട്, ന്യൂ ഷേപ്പിലുള്ള ഫോർച്യൂണർ. 16 രജിസ്റ്റേർഡ് 16 മാനുഫാക്ചറിങ് ചെയ്ത് അതുപോലെ തന്നെ 17 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ഫോർച്യൂണർ, ന്യൂ ഷേപ്പിലുള്ള ഫോർച്യൂണർ ആണ്. HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഈ കിലോമീറ്റർ കിട്ടുന്ന ओनरशिप सिंगल. किलोमीटर 75,000. 75,000 ओनली 75 जेन्युइन विद रिकॉर्ड. ओके. 4x4 ഓട്ടോ സിഗ്മ 4. സിഗ്മ 4 ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഒരു റയർ പീസ് തന്നെയാണ് ഈ ഒരു വാഹനം. 4x4 ഓട്ടോമാറ്റിക് ഒക്കെ ചോദിക്കുന്നവർ ധാരാളമുണ്ട്. इसका ആസ്കിംഗ് റേറ്റ് कितना? ആസ്കിംഗ് 24,50,000. 24,50,000 രൂപ. തീർച്ചയായിട്ടും നല്ലൊരു റേറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 24,50,000 രൂപയ്ക്ക് 4x4 ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതും 70 സംതിങ് ഓടിയിട്ടുണ്ട്. 16 മാനുഫാക്ചറിങ് 17 രജിസ്ട്രേഷനിൽ വരുന്ന സിഗ്മ 4ലുള്ള ഒരു ഫോർച്യൂണറാണ് ഈ കിടക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് ഹരിയാന 19 രജിസ്ട്രേഷനിലുള്ള ഒരു XV500 ഉണ്ട്. 18 രജിസ്റ്റേർഡ് 19. 18 മാനുഫാക്ചർഡ് 19 രജിസ്റ്റേർഡ്. W10 W11 വിത്ത് സൺറൂഫ്. W11 ആണ്. നല്ലൊരു സീറ്റ് കവർ അതുപോലെ തന്നെ നല്ലൊരു സൺറൂഫ് ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന W11 അന്നത്തെ കാലത്ത് ടോപ്പ് എൻഡിൽ വരുന്ന ഒരു വാഹനമാണ്. കിലോമീറ്റർ 70 to 75. ഓണർഷിപ്പ് സിംഗിൾ. പ്രൈസ് കിട്ടുന്ന? 10,50,000. 10,50,000 രൂപയാണ് ഈ ഒരു XV500 ആണ് ചോദിക്കുന്നത്. W11 ആട്ടോ വരുന്നത്. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്, നല്ല വണ്ടി തന്നെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലുകൾ ഞാനിപ്പോൾ വീഡിയോ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോ എടുത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും. അടുത്തായിട്ട് നമുക്കൊരു താർ ഇവിടെ കിടക്കുന്നുണ്ട്. 2023 4x2. 23 ഓക്കെ. 4x2 മാനുവൽ ഓക്കെ. LX 4x2 മാനുവലിൽ വരുന്ന ഒരു താറാട്ടോ. അത് 2023 വണ്ടിയാണ്. ദെൻ കിലോമീറ്റർ കിട്ടുന്ന 16,000 only. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് കിട്ടുന്ന? प्राइस इसके 14,50,000. 14,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. 2023 വരുന്ന 4x2 മാനുവലിൽ വരുന്ന ഒരു താറാട്ടോ. അപ്പോൾ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം പ്രോഫിറ്റബിൾ ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ബ്രസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ കാണിക്കാനായിട്ട് പെട്രോൾ 2015 മോഡലുള്ള ഒരു ഒക്ടാവിയ പെട്രോൾ ഇതാ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. വൈറ്റ് കളറിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ है? सेकंड ओनर. कितना चलेगा? ये चल गया लगभग वही 70 85 80 to 85. 85,000 ഓടിയ സ്കോഡ ഒക്ടാവിയ പെട്രോൾ ഇവിടെ ഉണ്ട്. 15 മോഡലാണ്. പ്രൈസ് കിട്ടുന്ന?
प्राइस इसका 8 लाख रुपीज़। 8 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന്. पेट्रोल ऑटोमेटिक। ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആട്ടോ ഈ ഒരു വാഹനം. 8 lakh rupees. 8 lakh rupees ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. ടോപ്പ് ആൻഡ് ഓപ്ഷൻ ആണ്. DL രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടോ. അപ്പോൾ പെട്രോൾ വണ്ടിയൊക്കെ നോക്കുന്നവർ, അതും സ്കോഡ ഒക്ടാവിയ 15 മോഡൽ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഒരു 80 ആ റേഞ്ചിലാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ ഒരു താർ കൂടിയുണ്ട്. ഈ താർ 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് 2022 മോഡലുള്ള ഒരു 4x4 ഓട്ടോമാറ്റിക് താറാണ്. സിംഗിൾ ഓണറേ? सिंगल ओनर। किलोमीटर 48,000। 48,000 किलोमीटर ഓടിയിട്ടുള്ള 4x4 ഓട്ടോമാറ്റിക് 2022 മോഡലാണ്. इसका प्राइस कितना? इसका प्राइस है 16.5 लाख रुपए, 16,50,000। 16,50,000 ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ്. 16,80,000 രൂപ. അപ്പോൾ ഇതൊന്നും പ്രോഫിറ്റബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് മാത്രം എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ചെയ്തത്. അപ്പോൾ ഏതായാലും ഇവിടെ കുറേ വണ്ടികൾ നമ്മളിന്ന് കാണിച്ചു. ജസ്റ്റ് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. സാഗർ കട്ടാരിയ പുള്ളിയാണ് ഈ ഒരു ഷോപ്പ്, മോഹൻ കാർ ബസാറിലെ ആള്. പിന്നെ आपका നമ്പർ बताओ? 8586000014। ആ നമ്പറാണ്. ആ നമ്പർ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ബ്രോ. आपका ഷോപ്പ് നമ്പർ क्या है? 8384 व्यापार सदन 8384. शॉप नंबर 8384 व्यापार सदन नियर सरस्वती हॉस्पिटल। ഓക്കെ. गुड़गांव सेक्टर 12। സരസ്വതി ഹോസ്പിറ്റലിന്റെ ആ ഒരു ബാക്ക് സൈഡിലാണ് ഈ ഒരു ഏരിയ വരുന്നത് കേട്ടോ. ദെൻ വൺസ് അഗൈൻ താങ്ക് യു ബ്രോ. ഓക്കെ വെൽക്കം. ഓക്കെ താങ്ക് യു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുമ്പോൾ ഒരു 4ാമത്തെ ഷോറൂമാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒന്നും അല്ല കേട്ടോ, കുറേ ഷോറൂംസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, എടുത്തവരുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. കാരണം കുറേ ഫീഡ്ബാക്ക് കൂടി ഏരിയയിൽ നിന്ന് കിട്ടണം. നമ്മളിപ്പോൾ ഇങ്ങനെ ആളുകൾ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് പോയിന്റുകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഷോറൂമിനെ പറ്റി എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. എന്നാൽ മാത്രമേ അവിടെ നിന്നുള്ള വീഡിയോസ് എടുക്കൽ നിർത്താൻ പറ്റുള്ളൂ. കാരണം നമ്മളിങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാണ്ട് വീണ്ടും വീണ്ടും കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത കുറേ ഷോറൂംസ് ഉണ്ട്. നമ്മൾ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ അറിയാം അങ്ങനത്തെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ. ഇടവും വലവും, ക്രിസ്റ്റയും ഇന്നോവയും, എൻഡവർ, ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് ചോദിച്ച വണ്ടികളൊക്കെ ഉണ്ട്. ഡൽഹിയിലൊക്കെ കഴിഞ്ഞ മാസമൊക്കെ ഒരു സബ്സ്ക്രൈബർ 4x4 ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞിട്ട് തപ്പാത്ത സ്ഥലങ്ങളില്ല. ഇവിടെ വന്നപ്പോൾ ഒന്നുണ്ട്, നമ്മളെ ഗോൾഡ് മോട്ടോഴ്സിൽ ഒന്ന് കിടക്കുന്നുണ്ട്, വണ്ടികളുണ്ട്. ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു. പിന്നെ ലക്ഷറി വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും മോഹൻ കാർ ബസാർ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയും വലിച്ചു നീട്ടുന്നില്ല. പുതിയ ഷോറൂം പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.